കിട്ടിയിട്ടുണ്ട് ഉത്തരം. അങ്ങയുടെ ആ വാദത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ എന്തൊരു വലിയ തെള്ളാണ്. ഇവിടെ വന്നപ്പോൾ ഞാൻ ഹാർവാർഡ് എന്ന് കേട്ടുവന്നു. എൻ്റെ ചേട്ടാ, ഹാർവാർഡ് ഉള്ളിത്തൊലിയെ കുറിച്ച് റിസർച്ച് നടത്തിയതിനെ കുറിച്ചാണോ ഞാൻ പറഞ്ഞത്? ഹാർവാർഡ് ലോകത്തിൽ ഉള്ളിത്തൊലി എങ്ങനെ ഉണ്ടാക്കാം എന്ന് റിസർച്ച് നടത്തി, അതിനെക്കുറിച്ചാണോ ഞാൻ പറഞ്ഞത്? ലിയാക്കത്താണോ ഇസ്ലാമിന്റെ അധികാരം? ലിയാക്കത്തിനെക്കാട്ടി എന്നെക്കാട്ടി ക്രെഡൻഷ്യലും ക്രെഡിബിലിറ്റി ഉള്ളത് ലോകത്തിലെ മികച്ച യൂണിവേഴ്സിറ്റി അല്ലേ? അവരെന്തെങ്കിലും വേറെ കോപ്പിനെ കുറിച്ചല്ലല്ലോ ഈ മതത്തെക്കുറിച്ചും ഈ മതത്തിലെ അടിമത്തത്തെ കുറിച്ചും നടത്തിയ റിസർച്ചിനെയല്ലേ കോട്ട് ചെയ്തത്. അപ്പൊ അത് തിരിച്ചു പറയാനൊന്നുമില്ല. അപ്പം തിരിച്ചു പറയാനൊന്നുമില്ലാത്തപ്പം യൂണിവേഴ്സിറ്റി പഠനം വലിയ കാര്യമാണോ? പിന്നെന്താ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി ആണോ കാര്യം? യൂണിവേഴ്സിറ്റി പഠനം അത് വലിയ കാര്യമൊന്നുമല്ല സാർ. അവര് വർഷങ്ങളോളം റിസർച്ച് നടത്തി, പിയർ റിവ്യൂ നടത്തി, അവരതിന്റെ ഗവേഷണം എടുത്തു, അതിന്റെ ഡോക്യുമെന്റ് എടുത്തു, ഡേറ്റ എടുത്തു. അത് വലിയ കാര്യമാണോ? പക്ഷേ ഐസിസുകാർ അങ്ങനെ പറഞ്ഞില്ലല്ലോ. എന്റെ ചേട്ടാ, ഹാർവാർഡ്, ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജിനെ കോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവരെന്തിനെ കുറിച്ചാണ് പഠിച്ചത്? ഈ വിഷയത്തിൽ ഞാനും ലിയാക്കത്ത്, അങ്ങ് ഈ സംസാരം കേട്ടല്ലോ, ഞാനും ലിയാക്കത്ത് സംസാരിച്ചു. നാളെ ഇതിൽ നിന്ന് ഒരാൾ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നു. നാളെ അയാളോട് പറയുകയാണ്, പിന്നെ ലിയാക്കത്ത് രാഹുലാണോ ഇസ്ലാമിന്റെ അടിസ്ഥാനം? എന്ത് വലിയ ഇന്റലക്ച്വൽ ഇന്റഗ്രിറ്റി ഇല്ലാത്ത വാദമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഈ ലോകത്തിലെ യൂണിവേഴ്സിറ്റികളെ കോട്ട് ചെയ്ത ഒരു എക്സ് മുസ്ലിമും സംസാരിക്കാത്ത എന്താണെന്നറിയാമോ? നിങ്ങളുടെ വാദങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ലോകത്തിലെ വിവരമുള്ള ഒരു മനുഷ്യൻ മുമ്പോട്ട് വന്നിട്ടില്ല. ലോകത്തിലെ ഒരു വിവരമുള്ള യൂണിവേഴ്സിറ്റിയും ലോകത്തെ ഒരു പണ്ഡിതനും ഒരു അക്കാഡമീഷ്യനും നിങ്ങൾ പറയുന്ന ഇസ്ലാമോഫോബിയെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടില്ല. എന്തുകൊണ്ട് നാദിയ മുറാദ് ഇസ്ലാമോഫോബിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല? അനുഭവിച്ച സ്വന്തം സഹോദരന്മാർ മരിച്ചത് കണ്ട, സ്വന്തമായി റേപ്പ് ചെയ്യപ്പെട്ട നാദിയ മുറാദ് നിങ്ങൾ ഇസ്ലാമോഫോബിയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കാര്യം അവർക്കറിയാം അവിടെ അല്ല പ്രശ്നം കിടക്കുന്നത്. സ്വന്തം അച്ഛൻ മരിച്ച ആരതി ഇസ്ലാമോഫോബിയെ പ്രൊമോട്ട് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സ്വന്തം ആലോചിച്ച് നോക്കണം. സ്വന്തം അച്ഛൻ മരിച്ച, അല്ലെങ്കിൽ ഹിമാൻഷി കല്യാണം കഴിച്ച് 6-ാം ദിവസം ഭർത്താവിനെ നഷ്ടമായ ഹിമാൻഷി വന്ന് പറയുകയാണ്, നിങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെയും കാശ്മീരികൾക്കെതിരെയും ക്യാമ്പയിൻ ഉണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ പറയുന്നവർ അങ്ങല്ല, ബാക്കിയുള്ളവർ ഒരു ഹിമാൻഷിയോടും ആരതിയോടും നാദിയ മുറാദിനോടുള്ള സ്നേഹം പറയുകയല്ല, സ്ത്രീകളെ വെച്ച് രാഷ്ട്രീയം കളിക്കുകയാണ്. ആരതിയുടെ അച്ഛൻ മരിച്ച വേദനയും ഹിമാൻഷിയുടെ ഭർത്താവ് മരിച്ച വേദനയും യസീദി പെൺകുട്ടിയായ നമ്മുടെ പാവപ്പെട്ട നാദിയ മുറാദിന്റെ വേദനയും മുതലാക്കി സ്വന്തം മനസ്സിലെ വിദ്വേഷവും ഇസ്ലാമോഫോബിയും വെളിയിൽ ചലിപ്പിക്കുകയാണ്. എന്നിട്ട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പറ്റൂല. എന്നാലും ദൈവസഹായിച്ച ഒരു കാര്യം, മുമ്പത്തെ ഒരു ചർച്ചയിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അതൊക്കെ ഖത്തർ ഫണ്ട് കൊടുക്കുന്നതല്ലേ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ തിരിച്ചുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ലിയാക്കത്തിനെല്ലാം മറ്റേ ഇസ്രായേൽ ഫണ്ട് തരുന്നതാണെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്, അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വവാദികൾ ഫണ്ട് തരുന്ന ആൾക്കാർ പറയുന്നു. ഒരു വാദത്തിന് മറുവാദം പറയാനില്ലാത്തപ്പോ കാശ് കൊടുത്ത് പറയിക്കുന്നതാണെന്നോ യൂണിവേഴ്സിറ്റികൾക്ക് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ വാദഗതിയുടെ പൊള്ളത്തരമൊന്ന് ആലോചിച്ച് നോക്കൂ. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ട് എന്ത് കാര്യമെന്ന്? ഹാർവാർഡ് യൂണിവേഴ്സിറ്റി വേറെ ഒന്നിനെ കുറിച്ചുള്ളതല്ല. ഈ വിഷയത്തിൽ കുറെ ആൾക്കാർ പഠനം നടത്തി. ഇപ്പൊ ലിയാക്കത്തിന്റെ ചില വാദങ്ങൾ എനിക്ക് ശരിയുണ്ടെന്ന് സത്യമുണ്ടെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? കുഴപ്പമില്ല എന്ന് പറഞ്ഞ ആൾ പറഞ്ഞാൽ തെറ്റാന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ പറയുന്നതിൽ ഒരു മെറിറ്റ് ഉണ്ട്. ആ മെറിറ്റിനപ്പുറം നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്താ അറിയോ? 2-3 ഖുറാനിലെ വാചകങ്ങൾ ഞാൻ പറയണം, പുള്ളി 2-3 ഖുറാനിലെ വാചകം പറയണം, അവസാനം കൺക്ലൂഷനായി ഖുറാനിൽ കുറെ തെറ്റുണ്ടെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം. ഇതാണ് എക്സ് മുസ്ലിങ്ങളുടെ സ്ട്രാറ്റജി. അതെനിക്ക് ബാക്കി ആരെക്കാട്ടി നന്നായിട്ട് അറിയാം. ഞാൻ 10-20 വർഷമായി തർക്കത്തിന്റെ മേഖലയിൽ നിൽക്കുന്നു. അതായത് ഇവർ പ്ലാൻ ചെയ്യുന്നവരുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ കുറേ നല്ല വചനങ്ങൾ പറയും, മറ്റൊരു കുറേ നല്ല വചനം പറയും. നമ്മുടെ ഇന്ത്യക്കാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരാൾ 10 വേറൊരാൾ 20 എന്ന് പറഞ്ഞാൽ നമ്മൾ 15 പിടിക്കും, ഒരാൾ 5 ഒരാൾ 10 എന്ന് പറഞ്ഞാൽ നമ്മൾ 7 പിടിക്കും. അപ്പം വിശ്വാസികൾക്ക് ശരിയാണ് നമ്മുടെ കുറേ തെറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ എന്ന് വിശ്വാസികളെ ധരിപ്പിക്കാമെന്ന് വിചാരിച്ചാണ്. ഈ ഖുറാനെ പഠിച്ചവരെയാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്, ഖുറാനിലെ വചനങ്ങളാണ് കോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റികളെ കോട്ട് ചെയ്യേണ്ടെന്ന് പറയുന്നവർ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയുടെ വക്താക്കളാണ്. നാദിയ മുറാദിനെ കോട്ട് ചെയ്യേണ്ടെന്ന് പറയുന്നവർ, ആരതിയെ കോട്ട് ചെയ്യേണ്ടെന്ന് പറയുന്നവർ, ഹിമാൻഷിയെ കോട്ട് ചെയ്യേണ്ടെന്ന് പറയുന്നവർ സൗകര്യപൂർവ്വം ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കാൻ ലോകത്തിലെ പ്രശ്നങ്ങളും മറ്റും ദുരുപയോഗം ചെയ്യുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് കോട്ട് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഈ കോട്ട് ചെയ്യുന്നവർ സാധാരണക്കാരൊന്നുമല്ല, ഈ കോട്ട് ചെയ്യുന്നവർ വർഷങ്ങളോളം പഠിക്കുകയാണ്. അതായത് ഇപ്പം ഞങ്ങളൊക്കെ പഠിച്ചത് കൂടി വന്നാൽ ഞാനും ലിയാക്കത്തും കഴിഞ്ഞ ഒരാഴ്ച, ലിയാക്കത്ത് കുറച്ച് നാളായിട്ട് ഈ വിഷയം പഠിക്കുന്ന ഒരാളാണ്. ഞങ്ങളൊരു 2 വർഷം, ലിയാക്കത്ത് ഒരു 10 വർഷം പഠിച്ചു കാണും. ലിയാക്കത്ത് എവിടെ പറയുന്നത് ഞാൻ കേട്ടു, അടിമത്വമാണ് ഇസ്ലാമിൽ നിന്ന് വെളിയിൽ പോകാൻ അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനം തോന്നിയ കാര്യങ്ങളിലും. ഇതേപോലെ 10-15 വർഷം പഠിച്ച് അതിന്റെ ഡേറ്റ എടുത്ത് ഇപ്പം ഇവിടുത്തെ ചർച്ചയിൽ ശ്രദ്ധിച്ചില്ലേ, ഞാൻ കൃത്യം നമ്പറുകൾ അടക്കം പറഞ്ഞു. എത്ര അടിമകൾ ഉണ്ടായിരുന്നു, എത്ര ശതമാനമായിരുന്നു അടിമകൾ, അന്നത്തെ ജനസംഖ്യയിലെ അടിമകളുടെ പ്രപ്പോർഷൻ എന്തായിരുന്നു, പ്രവാചകൻ മുഹമ്മദ് നബി എത്ര അടിമകളെ മോചിപ്പിച്ചു, ആ അടിമകൾക്ക് ശേഷം അതിന്റെ ഇമ്പാക്ട് എത്ര വരിലേക്ക് വന്നു. ഇതൊന്നും എൻ്റെ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല, ആരോ മെനക്കെട്ടിരുന്ന് കണ്ടെത്തിയതാണ്. അത് പിയർ റിവ്യൂഡ് ആയതുകൊണ്ടും ലോകത്തിലെ പ്രധാന യൂണിവേഴ്സിറ്റികളും അംഗീകരിക്കുന്നതുകൊണ്ട് ഞാൻ തിരിച്ചു പറയുന്നതാണ്. അപ്പം ഇതിൽ അടിമ എന്ന് പറഞ്ഞ് നമ്മൾ ഈ പ്രൊപ്പഗാൻഡ ഉണ്ടാക്കുന്നതിന്റെ കാരണം ഇനി ഓരോന്നിനും എൻ്റെ PPT എടുത്ത് നോക്കിയാൽ അറിയാം. ഓരോ യൂണിവേഴ്സിറ്റി അവരെവിടെ നിന്ന് ഡേറ്റ എടുത്തു, ആ ഡേറ്റയുടെ അടിസ്ഥാനം എന്താണ് എല്ലാം പറയും. ഈ എക്സ് മുസ്ലിങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു ഡേറ്റയും പറയൂല. കാര്യം അവർക്ക് ഡേറ്റ ഇല്ല. ഈ ഡേറ്റ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ചെറിയ സംഭവമാണ്, അത് മാറിയും തോന്നും, ഡേറ്റ പറയൂല.
ഇവിടെ വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞ അതേ തെറ്റാണ് ഖുറാനെ കുറിച്ച് പറയുന്നത്. വിവേകാനന്ദന്റെ ഒരു പ്രസംഗത്തെ ഇത്രമാത്രം മിസ്കോട്ട് ചെയ്യാമെങ്കിൽ ഈ 6000 വചനങ്ങളിലധികമുള്ള ഖുറാനെ എത്രമാത്രം മിസ്കോട്ട് ചെയ്യാം? ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ, വിവേകാനന്ദന്റെ ഒരു പ്രസംഗത്തെ ഇത്രമാത്രം മിസ്കോട്ട് ചെയ്യാമെങ്കിൽ, കോണ്ടെക്സ്റ്റ് ഇല്ലാതെ കോട്ട് ചെയ്യാമെങ്കിൽ 6000, 6200, 6300 ആയത്തുകളുള്ള ഖുറാനെ എത്രമാത്രം മിസ്കോട്ട് ചെയ്യാം? അതിൽ യാതൊരു അർത്ഥവുമില്ല. ആ മിസ്കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ വരി തെറ്റാണ് എന്നുള്ളതല്ല, വരികൾക്കൊരു സബ് ടെക്സ്റ്റും കോണ്ടെക്സ്റ്റും വരികൾക്കൊരു അർത്ഥവുമുണ്ട്. ആ അർത്ഥം മുഴുവൻ വായിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ലോകത്തിലെ മഹാനായ 4 ടീച്ചർമാരിൽ ഒരാൾ, ഗ്രേറ്റ് ടീച്ചേഴ്സ് ഓഫ് ഹ്യൂമാനിറ്റിയിൽ ഒരാളാണ് പ്രവാചകൻ മുഹമ്മദ് എന്ന് പറഞ്ഞ വിവേകാനന്ദന്റെ അതേ ടെക്സ്റ്റിലെ കോട്ടെടുത്താണ് മുഹമ്മദ് മോശക്കാരനാണെന്ന് പറയുന്നത്. എന്നിട്ട് ഞാനത് ചൂണ്ടിക്കാണിച്ചപ്പം വേറൊരു പാരഗ്രാഫ് എടുത്തു, ഞാൻ അതും എടുത്തു. അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, കൂടുതൽ സഹിഷ്ണുത വേണമെന്നുള്ളതാണ്. അപ്പോൾ മിസ്കോട്ട് ചെയ്യരുത്. ഒരു പ്രസംഗത്തെ ഇത്രമാത്രം മിസ്കോട്ട് ചെയ്യാമെങ്കിൽ പരിശുദ്ധ ഖുറാനെ, ബൈബിളിനെ, ഗീതയെ, ധമ്മപദയെ, തോറയെ എത്രമാത്രം മിസ്കോട്ട് ചെയ്യാൻ നോക്ക് ഓർക്കാം. അവസാനത്തെ പോയിന്റ്, നാദിയ മുറാദ് ആകണം നമ്മുടെ മാതൃക. നാദിയ മുറാദ് യഥാർത്ഥത്തിൽ സ്വന്തം ജീവിതത്തിൽ ആ വേദന അനുഭവിച്ച വ്യക്തിയാണ്. സ്വന്തം ജീവിതത്തിൽ ഇസ്ലാമിനെ മോശമായി വക്രീകരിച്ച്, ഇനി അത് ഇസ്ലാമിന്റെ തത്വങ്ങളൊന്നുമില്ല, എന്ത് തെളിവാ ഉള്ളത്? ഇസ്ലാമിലുള്ള കാര്യം എടുത്ത് മിസ്കോട്ട് ചെയ്യുന്നു. കൃത്യമായി അമേരിക്കൻ ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ വാക്കുകൾ, അതിലെ ചർച്ചയുടെ വാക്കുകൾ എടുത്ത് കോട്ട് ചെയ്താൽ, ഒരു സ്വിമ്മിംഗ് പൂളിൽ അല്ലെങ്കിൽ ഒരു നദിയിൽ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട് ഇത് മുഴുവൻ നാരങ്ങ വെള്ളമായി എന്ന് പറയുന്നത് പോലെയാണ് ഐസിസുകാര് ഇസ്ലാമിനെ കാണുന്നത്. ചോദിച്ചാൽ സത്യമല്ലേ? അവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ നാരങ്ങ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യമല്ലേ? ഉണ്ട്. പക്ഷെ നാരങ്ങ വെള്ളമാണോ? അല്ല. ഒരു വലിയ കുളത്തിൽ, നദിയിൽ, സാഗരത്തിൽ ഒരു നാരങ്ങ പിഴിച്ചൊഴിഞ്ഞിട്ട് ഇത് മുഴുവൻ ഇസ്ലാം ആണെന്ന് പറയുന്നത് പോലെയാണ് ഇസ്ലാമിലെ അവിടെയും ഇവിടെയും ഉള്ള കുറെ കാര്യങ്ങളെടുത്ത് ബോധപൂർവം അതിനെ വക്രീകരിക്കുന്നത്. നേരെ തിരിച്ച് എൻ്റെ കൺക്ലൂഷൻ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം.